ഐക്യരാഷ്ട്രസഭ ആർക്കു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? UN വാസ്തവത്തിൽ നിലനിൽക്കുന്നത് US-ന്റെ നയതന്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയാണോ എന്ന് പലപ്പോഴായി പല രാജ്യങ്ങൾ വെറുതെ ചോദിക്കുന്നതല്ല. ഇസ്രായേലും US-ഉം ചേർന്ന് സംയുക്തമായി ഇറാനെതിരെ ആക്രമണം നടത്തിയപ്പോൾ UN അക്ഷരം പ്രതി മിണ്ടാതിരുന്നു. അവരുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ മിണ്ടാതിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ഇറാൻ്റെ പ്രത്യാക്രമണത്തിന് ശേഷം ഹോർമുസ് കടലിടുക്ക് പരിപൂർണമായി ഇറാൻ്റെ നിയന്ത്രണത്തിലായപ്പോൾ ഇപ്പോഴിതാ അന്റോണിയോ ഗുട്ടറസ് ഇടപെടുന്നു. ഈ യുദ്ധം അത് ഇറാൻ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നു. പക്ഷപാതപരമായിട്ടുള്ള നീക്കമാണ് UN അന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. UN-ന്റെ നിലപാടുകൾ പലപ്പോഴും അത് കൃത്യമായി അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും അനുകൂലമായി എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമായി മാറുന്നതാണ് കാണുന്നത്. പലസ്തീനിൽ കൊല്ലപ്പെടുന്നവരും ഇറാനിൽ കൊല്ലപ്പെടുന്നവരും മനുഷ്യരാണ്. അവർക്കെതിരെ നിറയൊഴിക്കുമ്പോൾ വെറുതെ കൈയും കെട്ടി പ്രഹസനം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നവർ പൊടുന്നനെ അവർ തിരിച്ച് ചെറുത്തുനിൽപ്പുമായി രംഗത്ത് വരുമ്പോൾ കീഴടങ്ങാൻ മനസ്സില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ആത്മാഭിമാനം പണയപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് മുജ്തബ ഖമനയി പറയുമ്പോൾ അപ്പോഴാണ് UN ഞെട്ടലോടെ ഉണർന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ, നിങ്ങൾ അശാന്തി പടർത്തുകയാണ് എന്ന് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു. ട്രംപ് ഭീകരവാദത്തെ തുടച്ചു നീക്കണമെന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ്? എവിടെയാണ് IS പോലുള്ള ഭീകര സംഘടനകളുടെ ഉറവിടമെന്ന് പറയേണ്ടി വരും? ഇറാനെ പഴിക്കാനും ഇറാനെ നിശബ്ദമാക്കാനും വേണ്ടി ഇറാനെ ഭീകരവാദ രാഷ്ട്രമെന്ന് മുദ്രകുത്തി ചാപ്പ കുത്തുന്ന അമേരിക്കയുടെ സംഘടിത ബുദ്ധി, ആ ബുദ്ധിയൊന്നും ഇനി അങ്ങോട്ട് ചിലവാകില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് മുജ്തബ ഖമനയി. UN-നോട് പോയി പഴി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്രയും നാൾ ഇറാന് വേണ്ടി ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്യാതെ ഇറാനെതിരെ നിരന്തരം നീങ്ങുന്ന സംഘടനയെ ശത്രുപക്ഷത്ത് തന്നെ നിർത്താൻ തന്നെയാണ് മുജ്തബ ഖമനയി വളരെ വ്യക്തമായി തീരുമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇറാന് കൂടുതൽ ശക്തി പകരുന്ന രീതിയിലുള്ള ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ അത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ. അവർ അത്യാധുനിക മിസൈൽ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചു വച്ചിരിക്കുകയാണ്. ഉത്തര കൊറിയ പോലെയല്ല ഇറാനെന്നും ഇറാൻ്റെ കയ്യിൽ ആണവായുധമില്ലെങ്കിലും ഇറാൻ 10 മടങ്ങ് അപകടകാരിയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഔദ്യോഗികമായാണ് വിളിച്ചു പറഞ്ഞത്. ഇറാൻ ഇനി നടത്താൻ പോകുന്ന നീക്കമെന്നത് ഷഹീദ് ഡ്രോണുകളുടെ ഒരു പടക്കളം തന്നെ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കൃത്യമായി പറഞ്ഞാൽ റഷ്യയ്ക്ക് ആയുധം എത്തിച്ചു കൊടുത്തിരുന്ന ഇറാൻ ഇപ്പോൾ റഷ്യയുടെ പരിപൂർണ്ണ സഹായത്താൽ യുദ്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇറാൻ പത്തിമടക്കുകയില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്.